എല്ലാ മാന്യ പ്രേക്ഷകർക്കും GV സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2021 സോണി ഇറക്കിയ HD9 എന്ന് പറഞ്ഞ വയർലെസ് ഹോം തിയേറ്ററിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. പ്രേക്ഷകർ അത് നെഞ്ചോടെ ഏറ്റെടുത്തിരുന്നു. ഇപ്പം 2024 അതിൻ്റെ മേക്ക് 2 അല്ലെങ്കിൽ M2 അതല്ലെങ്കിൽ സെക്കൻഡ് വേർഷൻ ആയ ബ്രാവിയ സിനിമ ക്വാഡ് എന്ന് പറഞ്ഞ പുതിയ ഹോം തിയേറ്റർ സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം 2021 ഇറങ്ങിയ HD9 എന്ന് പറഞ്ഞ ആ മോഡലിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ഈ ബ്രാവിയ സിനിമ ക്വാഡ് എന്ന് പറഞ്ഞ ഒരു മോഡൽ. ബേസിക്കായിട്ടുള്ള മെയിൻ ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേത് സ്പീക്കേഴ്സ് ക്വാഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം 4 എന്നുള്ള അർത്ഥത്തിന് 4 സ്പീക്കേഴ്സ് തന്നെയാണുള്ളത്. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ കൂടെ 4 സ്പീക്കേഴ്സും ഉണ്ട്. സ്പീക്കേഴ്സിനെ മൗണ്ട് ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡും അതിൻ്റെ സ്ക്രൂസും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സ്പീക്കേഴ്സ് വാൾ മൗണ്ടബിൾ ആണ്. പിന്നെ ഇതിലുള്ള വ്യത്യാസം, പഴയതും പുതിയതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, പഴയത് HD9 എന്നുള്ളത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പായിട്ടുള്ള സ്പീക്കറാണെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് സ്പീക്കർ. അതിമനോഹരമായ ഡിസൈനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള സ്പീക്കർ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3-way സ്പീക്കേഴ്സാണ് ഇതിലുള്ളത്. ഒരു 3/4 ഇഞ്ചിൻ്റെ ട്വീറ്ററും ഒരു 3.25 ഇഞ്ചിൻ്റെ ഒരു മിഡ് ഊഫറും പിന്നെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു ഊഫറും അതുപോലെ തന്നെ ഒരു ഹൈറ്റ് ചാനലായിട്ടൊരു 3.25 ഇഞ്ചിൻ്റെ ഒരു ഹൈറ്റ് ഫയറിംഗ് ഊഫറും കൂടിയാണ് ഇതിലുള്ള. അത്തരത്തിലുള്ള 4 സ്പീക്കേഴ്സാണുള്ളത്. അപ്പം ഈ HD9 കുറിച്ച് ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞതായിരുന്നു, പിന്നെ ബേസിക്കലി ഇതിൻ്റെ ടെക്നോളജി, സോണിയുടെ ടെക്നോളജി എന്ന് പറയുന്നത് 360 ഡിഗ്രി സൗണ്ട് മാപ്പിങ്ങിൻ്റെ മേലെയാണ് കിടക്കുന്നത്. അപ്പോൾ അവർ അവകാശപ്പെടുന്നത് സ്പീക്കർ പ്ലേസ്മെൻ്റ് ഒരു വലിയ ഫാക്ടറല്ല, ഘടകമല്ല. അതായത് കൃത്യം ഇയർ ലെവൽ തന്നെ പിന്നെ വെക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ച് മാറി വെക്കാൻ പാടില്ല എന്നോ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഴയതിൽ ഡോൾബി അറ്റ്മോസും DTS:X മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴത്തെ ഈ സോണി സിനിമ ക്വാഡിൽ ഡോൾബി അറ്റ്മോസ്, DTS:Xും അതുപോലെ തന്നെ IMAX എൻഹാൻസ്ഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 സ്പീക്കറിന് പുറമെ ഒരു സെൻട്രൽ കൺസോൾ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പെട്ടിയുണ്ട്. അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. പ്രീവിയസ് വേർഷനായിട്ടുള്ള HD9 പോലെ തന്നെ ഒരു HDMI ഔട്ടുണ്ട്, ഒരു HDMI ഇന്നും ഉണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത സിങ്ക്രണൈസ്ഡ് സെൻറ്റർ ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടിയുണ്ട്. അതായത് ബേസിക്കലി 4 സ്പീക്കർ ഉള്ളത് കൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റർ ചാനൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇതിനില്ല. പക്ഷേ സോണി TV ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 2 ഡിവൈസസ് ആയിട്ട് കോമ്പാറ്റബിലിറ്റി ആയിട്ട് സോണിയുടെ TVയിലുള്ള സ്പീക്കേഴ്സ് നിങ്ങൾക്ക് സെൻറ്റർ ചാനലായിട്ട് അസൈൻ ചെയ്യാം. അതിനൊരു പ്രത്യേക ഔട്ടുണ്ട്. ആ ഔട്ടിൽ ജാക്ക് കുത്തിയിട്ട് സോണിയുടെ അതുപോലെ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കുത്തിക്കഴിഞ്ഞാൽ സെൻറ്റർ ചാനലായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം അതാണ്. മറുവശത്ത് ഈ 4 സ്പീക്കേഴ്സിന് സെപ്പറേറ്റ് ഇതിൻ്റെ കണക്ടിവിറ്റി വേണമെന്നുള്ള കണക്ടിവിറ്റി വയർലെസ് ആണ്. സ്പീക്കേഴ്സ് വയർലെസ് ആണ്, പക്ഷേ പവർ വേണം. ഓക്കെ, 4 സെപ്പറേറ്റ് ആയിട്ടുള്ള പവർ കോഡുണ്ട്, പവർ വേണം. സബ് ഓപ്ഷണലാണ്. ഇതിൻ്റെ കൂടെ സബ് വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം HD9 കൂടെ കൊടുത്ത അതേ സെയിം സബ് തന്നെയാണ് ഇപ്രാവശ്യം ഇതിൻ്റെ കൂടെ ഉള്ളത്. അല്ലെങ്കിൽ ഇതിനായിട്ട് മറ്റൊരു സബ് അവർ പ്രത്യേകിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല. SW5ഉം SW3 എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും. ഇനി വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിനുള്ളിൽ പിന്നെ സ്പീക്കർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനടിയിൽ വളരെ മനോഹരമായ ഒരു മെറ്റലിക് ഗ്രില്ലുകൊണ്ടുണ്ടാക്കിയ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ തന്നെയുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിനെ സ്ക്രൂ ചെയ്തതിന് സ്പീക്കർ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. സ്പീക്കർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ TVയുടെ HDMI ആർക്ക് എടുത്തിട്ട് ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്പ് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. ആ ഫോൺ ഉപയോഗിച്ചിട്ടാണ് കാലിബ്രേഷൻ ഫുള്ള് നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആ ഫോൺ ത്രൂ ആണ് കാലിബ്രേഷൻ. അപ്പോൾ ബേസിക്കലി ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ടി വിയിൽ ഇത് പിക്ചർ വന്നു കഴിഞ്ഞാൽ അതിൽ ത്രൂ നിങ്ങളുടെ ഫോൺ ത്രൂ വരുന്ന ഓപ്ഷൻസ് അതിൽ ഡിസ്പ്ലേ ചെയ്യുക, അതിൽ ത്രൂ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ ഇത് ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുകയും കാലിബ്രേഷൻ ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ ആദ്യം തന്നെ സ്പീക്കർ പ്ലേസ്മെൻറ്റ് എവിടെയൊക്കെ നിങ്ങൾ വെച്ചതിന് ശേഷം അത് മാപ്പ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് മാപ്പ് ചെയ്യുമ്പം നമ്മൾ സാധാരണ ഓഡിസിയൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ സ്പീക്കറിൽ നിന്ന് ഒരു സൗണ്ട് വരും. അപ്പോൾ എത്ര സ്പീക്കർ എവിടെയൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത്, അതായത് ആ സ്പീക്കർ ഫ്രണ്ടിൽ നിന്നും ബാക്കിലേക്ക് വെച്ച സ്പീക്കർ എത്ര ഡിസ്റ്റൻസിലാണ്, പിന്നെ ലിസണറിന് എത്ര അടുത്താണ്, അതുപോലെ തന്നെ ഇതിൽ മെയിൻ കൺസോളിൽ നിന്ന് എത്ര ദൂരം വിട്ടിട്ടാണ് റിയർ സ്പീക്കേഴ്സ്, റിയർ ലെഫ്റ്റും റിയർ റൈറ്റും, ഇതും നിങ്ങൾ ടി വിയും തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ആദ്യം മാപ്പ് ചെയ്തെടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മാപ്പിംഗ് ആണ് 360 ഡിഗ്രി മാപ്പിംഗ്. അതായത് ഫ്രണ്ടിൽ നിന്ന് ഫയർ ചെയ്യുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ ഹൈ പിച്ച്ഡ് സൗണ്ട് ബാക്കിലത്തെ സ്പീക്കർ മൈക്രോഫോൺ പിടിച്ചെടുത്ത് അതിൻ്റെ സിഗ്നൽസ് നിങ്ങളുടെ ഹബിലേക്ക് അയക്കുന്നു. ബാക്കിൽ നിന്ന് ഫയർ ചെയ്യുന്ന സിഗ്നൽസ് ഫ്രണ്ടിൻ്റെ സ്പീക്കർ ക്യാപ്ചർ ചെയ്തിട്ട് അതിൻ്റെ ഹബിലേക്ക്, അങ്ങനെ ഇത്തരത്തിൽ റൂമിൻ്റെ ഡിസ്റ്റൻസും റൂമിൻ്റെ ഹൈറ്റും പിന്നെ ഈ 4 സ്പീക്കറിന് ഇടയിലുള്ള മതിലിൻ്റെ ഹൈറ്റും ഇത്തരത്തിൽ വെർച്വലി സ്പീക്കർ പ്ലേസ് ചെയ്തിട്ടാണ് 11.4 എന്നുള്ള ഡോൾബി അറ്റ്മോസും DTS:Xും IMAX എൻഹാൻസും വെർച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ചെയ്തതിന് ശേഷം പിന്നെ 360 ഡിഗ്രീൻ്റെ ആ ഒരു മാപ്പിങ്ങിന് ശേഷം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ എന്താ പറയുക, അതിൻ്റെ ട്യൂൺ മാപ്പിംഗ് കഴിഞ്ഞു എന്നിട്ടൊരു ഇൻറ്റിമേഷൻ വരും. പിന്നെ അതിന് പുറമെ ഇത് കാലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫോൺ തലകുത്താൻ പിടിച്ച് വെച്ചിട്ട് വേണം കാലിബ്രേറ്റ് ചെയ്യാൻ. മീൻസ് മൈക്ക് മേലെ വരുന്ന രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സോണിയുടെ ഒരു അക്കൗണ്ടും കൂടി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇത് മാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ ഒരു സൗണ്ട് എഫക്ട്സോട് കൂടി, അതായത് ഡോൾബി അറ്റ്മോസ് ഒക്കെ പക്കയായിട്ട് വരുന്ന രീതിയിൽ, മീൻസ് ഓഫ് കോഴ്സ് ബേസിക് ആയിട്ടുള്ള ഞങ്ങളുടെ ഹോം തിയേറ്റർ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആ പ്ലേസ്മെൻറ്റ് ഉണ്ടാവുമെന്ന് വെച്ചാൽ അത് ഫാക്ടേഴ്സ് പലതും ഉണ്ട്. നിങ്ങളുടെ റൂമിൻ്റെ ഹൈറ്റ് ഒരു ഫാക്ടറാണ്, മനസ്സിലായോ. പിന്നെ റൂമിൻ്റെ ഷേപ്പ്, ഇപ്പം എന്താ പറയുക, ഫ്ലാറ്റ് സർഫേസ് അല്ല, ഇങ്ങനെ പൊന്തിന്നതൊക്കെയാണ്. ഇപ്പോൾ ഓടിട്ട വീടൊക്കെ ആണെങ്കിൽ അത് ഇങ്ങനെ എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് എനിക്കറിയാൻ മേല. പക്ഷേ എന്നിരുന്നാലും ഒരു അടിപൊളി ഹോം തിയേറ്റർ, അതായത് ഹോം തിയേറ്ററിൻ്റെ ബോക്സ് എന്നുള്ള കോൺസെപ്റ്റിൽ ഏറ്റവും അതിമനോഹരമായ രീതിയിൽ ഇത് പ്ലേ ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ പഴയ HT9 അൾട്ര ചില്ലറ സ്മോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതായത് സിഗ്നൽ ഇടയ്ക്ക് കട്ടായി പോവുക, ഇത് അതൊന്നുമില്ല, അതിനൊരു അപ്ഡേറ്റഡ് വേർഷനാണ്. പിന്നെ ഇതിൽ ആകെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം, ഒന്ന് ഡെഡിക്കേറ്റഡ് സെൻറ്റർ ചാനൽ ഇല്ല എന്നുള്ളത്, രണ്ടാമത്തേത് സബ് വൂഫർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് അല്ല, നിങ്ങൾ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. പിന്നെ പഴയതിനും പുതിയതും തമ്മിൽ ബിൽഡ് ക്വാളിറ്റി പുതിയതിന് അസാധ്യമായ ബിൽഡ് ക്വാളിറ്റിയാണ്. ഓക്കെ, പഴയതിന് ഏകദേശം 1.5 ലക്ഷം രൂപയാണെങ്കിൽ ഇതിൽ 1 ലക്ഷം രൂപ കൂടുതലാണ്. എന്ന് വെച്ചാൽ ഏകദേശം 2-2.30 ലക്ഷത്തോളം ഇതിന് വില വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഈ കാലിബ്രേഷൻ്റെ മേലെ കെട്ടി മറിയാനും സ്പീക്കർ പ്ലേസ്മെൻറ്റിൻ്റെ മേലെ കെട്ടി മറിഞ്ഞ് അത് സ്പീക്കർ പ്ലേസ്മെൻറ്റ് കറക്റ്റാണോ, ടോയിൻ കറക്റ്റാണോ, ആംഗിൾ കറക്റ്റാണോ, ഈ വക കാര്യങ്ങളൊന്നും നോക്കാതെ ഒരു പെട്ടെന്നൊരു സിസ്റ്റം നിങ്ങൾക്ക് ഇതാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ സോണിയുടെ ഈ പറഞ്ഞ ഹോം തിയേറ്റർ ക്വാഡ് ഒരു ഏറ്റവും നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം അത് പുറമെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഇന്ത്യയിലും എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും HT9 തന്നെ ഇവിടെ ഞാനെവിടെയും മീൻസ് കേരളത്തിലുണ്ടോ എനിക്കറിയില്ല, കിട്ടുന്നുണ്ടാവായിരിക്കാം. അപ്പം ഇത്രയാണ് ഇതിൻ്റെ ബേസായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇതിൻ്റെ കൂടുതലുള്ള ഡീറ്റെയിൽസ് ഞാൻ വരുന്ന വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം. ബൈ.